അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷന് കാര്യം പറഞ്ഞാൽ 10 ദിവസം അവധി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വെക്കേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ചുരുക്കാൻ പറ്റുന്ന ചുരുക്കുക. എന്നിട്ട് എവിടെയൊക്കെയാണ് നമ്മളുടെ ഡ്രോബാക്സ്, എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമുക്ക് വളരെ കൂടുതൽ തെറ്റുകൾ വരുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് തെറ്റുന്നുണ്ടോ, എവിടെയൊക്കെയാണ് നമ്മൾ പോളിഷ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള സമാധാനത്തോടെ നമുക്കൊന്ന് നമ്മളെ അപഗ്രഥിക്കാൻ കിട്ടുന്ന സമയമാണ്. റിവിഷൻ തന്നെയാണ് നീറ്റിൻ്റെ ഒരു സക്സസ്ഫുൾ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എത്രത്തോളം റിവൈസ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം റിവൈസ് ചെയ്യുക. അവനവനുള്ള എന്തൊക്കെയാണോ അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ റിസർവേഷനുകൾ എന്തൊക്കെയാണോ, അപ്പോൾ അതിനെക്കുറിച്ച് പരസ്പരം ഒരു ചർച്ച. എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, നീറ്റിന് അപ്ലൈ ചെയ്യണം, കേരളത്തിൽ അപ്ലൈ ചെയ്യണം, കർണാടകത്തിൽ അപ്ലൈ ചെയ്യണം, CMC വെല്ലൂരിന് അപ്ലൈ ചെയ്യണം, ഐസറിന് അപ്ലൈ ചെയ്യണം, ഏതൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. ആധാറിലെ പേര് ശരിയാണോ, ആധാറിലെ ഫോട്ടോ അപ്ഡേറ്റഡ് ആണോ, ആധാർ ഒരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കി അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ആധാർ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുക. അതുപോലെ ബയോമെട്രിക് അപ്ഡേറ്റഡ് ആണോ, ചിലപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒരു 5ാം ക്ലാസ്സിലൊക്കെ എടുത്ത ആധാർ ആയിരിക്കും, അത് പോരാ. ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ തന്നെയാണ്. പലവിധ സംശയങ്ങളുണ്ട്. കാരണം NRI ആണ്, അപ്പോൾ നോൺ ക്രിമിലെയറിന് അർഹതയുണ്ടോ, നോൺ ക്രിമിലെയറിന് ഇൻകം ഒരു ബാരിയർ അല്ലേ, ഇൻകത്തിന് കൂടുതലുള്ളവർക്ക് നോൺ ക്രിമിലെയർ കിട്ടുമോ, വിദേശത്താണ് NRI ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നോൺ ക്രിമിനൽ കിട്ടാതെ പോകുമോ, ഇതെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള നിരവധി സംശയങ്ങൾ വിദേശത്തുള്ള നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ നിലവാരത്തിനെയാണ്, നമ്മളുടെ സാമൂഹിക ഭദ്രതയാണ് നോൺ ക്രിമിലെയർ സൂചിപ്പിക്കുന്നത്. കേരള മെഡിക്കലിന് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ളത് തന്നെ വേണം. വിദ്യാഭ്യാസ ആവശ്യത്തിനെന്നുള്ള തന്നെ ഹെഡിങ്ങോട് കൂടിയ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള അക്ഷയ കേന്ദ്രത്തിൽ തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ്, നിയമവും ഒന്ന് തന്നെയാണ്. ആ സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കേരള മെഡിക്കലിന് അംഗീകരിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ റൂളിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് ഏത് ജാതിയാണോ അത് ക്ലെയിം ചെയ്യാവുന്നൊരു നിയമം പറയുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാതെ, കഠിന പ്രയത്നം ചെയ്യാതെ നമുക്കൊരു നേട്ടവും ഉണ്ടാവില്ല.